നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹി ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. ₹1,50,000 സൈനിക പെൻഷന് വേണ്ടി യുവതി അച്ഛന്റെ മൃതദേഹം വർഷങ്ങളോളം ഒളിപ്പിച്ചെന്ന് കേസ്. തെക്കൻ തായ്വാനിലെ കവോസിയോങ്ങിൽ താമസിക്കുന്ന യുവതിക്കെതിരെയാണ് കേസ്. കഴിഞ്ഞ നവംബറിൽ യുവതി ആരോഗ്യ പ്രവർത്തകരെ വീട്ടിൽ കയറ്റാതിരുന്നത് സംബന്ധിച്ച് അധികാരികൾക്ക് സംശയം തോന്നുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച അച്ഛന്റെ മൃതദേഹം യുവതി പെൻഷൻ വാങ്ങാനായി വീട്ടിൽ ഒളിപ്പിച്ചെന്ന് കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തുറന്ന സംവാദത്തിന് വീണ്ടും സമ്മതമറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. സംവാദത്തിനുള്ള മുൻ ജസ്റ്റിസുമാരായ മദൻ ബി ലോക്കൂർ, അജിത് പി ഷാ, ദി ഹിന്ദു മുൻ എഡിറ്റർ M റാം എന്നിവരുടെ ക്ഷണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി ചർച്ച ചെയ്തുവെന്നും പ്രധാനമന്ത്രി സംവാദത്തിന് തയ്യാറാകുമ്പോൾ സ്ഥലവും സമയവും അടക്കം കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. അടുത്ത വർഷം 75 വയസ്സാകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ പാർട്ടി നിയമമനുസരിച്ച് അടുത്ത വർഷം റിട്ടയർ ആകുമെന്നും ഇപ്പോൾ നരേന്ദ്രമോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഒരു രാജ്യം ഒരു നേതാവ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിഷന്റെ ഭാഗമാണ് ഇതെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബംഗാളിലും ത്രിപുരയിലും പോകാതെ ഇന്തോനേഷ്യയിലേക്കാണ് പോയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്തോനേഷ്യയിൽ എന്തോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അവിടെ പ്രചരണം നടത്താനാണ് അദ്ദേഹം പോയതെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ ഏറ്റവും ഒടുവിലത്തെ വോട്ടിംഗ് ശതമാന കണക്ക് പുറത്തുവിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ പുതിയ കണക്കുകൾ പ്രകാരം 65.68% മൂന്നാം ഘട്ടത്തിലെ ആകെ പോളിംഗ്. നരേന്ദ്രമോദി നടപ്പാക്കുന്നത് ഒരു നേതാവ് ഒരു രാജ്യം എന്ന പദ്ധതിയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ. ജയിൽ മോചിതനായ ശേഷം ജനങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി രാജ്യത്ത് ഏകാധിപത്യമാണ് നടപ്പിലാക്കുന്നത്. തനിക്ക് ഭീഷണിയാകുന്ന രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക എന്നതാണ് മോദിയുടെ തന്ത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വൈകാതെ എല്ലാ പ്രതിപക്ഷ മന്ത്രിമാരെയും മോദി ജയിലിൽ അടയ്ക്കും. തന്റെ അറസ്റ്റിലൂടെ ആരെയും ജയിലിൽ അടയ്ക്കാവുന്ന സന്ദേശമാണ് മോദി നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി, തൊഴിലാളി മരിച്ചു. പെരിന്തൽമണ്ണയിലാണ് അപകടം. തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രനാണ് മരിച്ചത്. പെരിന്തൽമണ്ണ തേക്കിൻകോട് സ്ഫോടക വസ്തുവിന് തിരികൊളുത്തിയതിനു പിന്നാലെ കിണറിന്റെ മുകളിലേക്ക് കയറുന്നതിനിടെയാണ് അപകടം. തോട്ടി ഉപയോഗിച്ച് ചക്ക പറിക്കുന്നതിനിടെ ദേഹത്ത് വീണ് ഗൃഹനാഥൻ മരിച്ചു. സേനാപതി കാന്തിപ്പാറ മംഗലത്ത് സജീഷാണ് മരിച്ചത്. സ്വന്തം കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്ന് ചക്ക പറിക്കുന്നതിനിടെയാണ് അപകടം. രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ. തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടങ്ങൾ അവസാനിച്ചെങ്കിലും കമ്മീഷൻ ഇതുവരെ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത സാഹചര്യത്തിലാണ് കത്തയച്ചത്. ഓരോ ഘട്ടത്തിനു ശേഷവും വാർത്താ സമ്മേളനം വിളിച്ച് തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പുറത്തുവിടണമെന്നാണ് കത്തിലെ ആവശ്യം.
കടലാസിൽ നോക്കാതെ ഒഡീഷയിലെ എല്ലാ ജില്ലകളുടെയും പേര് പറയാമോ എന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ വെല്ലുവിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ ജില്ലകളുടെ പേര് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ വേദനകൾ അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കുമെന്നും മോദി ചോദിച്ചു. ഒഡീഷയിലെ കഡ്ഡമാലിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.